ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ മാക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാക്കിൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക് ഐ ഡി നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു മാക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൊബൈലിലോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതിനകത്ത് ഐക്ലൗഡ് ലോഗിൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഐക്ലൗഡ് ലോഗിൻ നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് ഐക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക്, അതായത് www.icloud.com, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ഈ ഒരു പേജിലോട്ട് എൻ്റർ ചെയ്യാം. ഇതിനകത്ത് സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കാം. ഇതിനകത്ത് ഓൾറെഡി നമുക്കൊരു ആപ്പിൾ ഐ ഡി മാക് ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിനകത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ താഴെ ക്രിയേറ്റ് ആപ്പിൾ ഐ ഡി എന്നുണ്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, ഇവിടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി താഴെ വരുന്ന കോളത്തിൽ ഒരു രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനും അതേപോലെ നമ്മളുടെ ഐ ഡി ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ആപ്പിൾ ഐ ഡി ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഫസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് ഈ ഒരു കോളത്തിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 8 ക്യാരക്ടർ ഉണ്ട്. അപ്പർ ലെറ്ററും സ്മോൾ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള സ്റ്റാൻഡേർഡ് പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഈ ഒരു പോർട്ടലിനകത്ത് അത് ആക്സെപ്റ്റ് ആവുകയുള്ളൂ. ഒന്നുകൂടെ ആ ഒരു പാസ്വേഡ് ഇവിടെ ഒന്ന് കൺഫേം ചെയ്യാം. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളോട് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കൺട്രി സെലക്ട് ചെയ്യാം. ശേഷം ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം. ശേഷം നമുക്കൊരു OTP ഈ ഒരു നമ്പറിലോട്ട് വരും. അതൊന്ന് വെരിഫൈ ചെയ്യണം. അതിനകത്ത് വെരിഫൈ വിത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആണോ ഫോൺ കോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നുണ്ട്.
ശേഷം ഈ ഒരു ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇപ്പം നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ID-യും അതുപോലെ ഫോൺ നമ്പറും വെരിഫൈ ആയിട്ടുണ്ട്. നമ്മുടെ iCloud-ആയിട്ട് ആപ്പിൾ ID-ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നമ്മൾ എഗ്രി ഇത് വായിച്ചതിന് ശേഷം ജസ്റ്റ് എഗ്രി എന്ന് കൊടുക്കാം. രണ്ടാമത് വരുന്നതിനകത്തും എഗ്രി എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കാം. യെസ്, ഇപ്പം നമുക്കിവിടെ നമ്മുടെ ആപ്പിൾ ID-യിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്പിൾ ID. ഇപ്പം നമുക്ക് ആപ്പിൾ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മെയിൽ ID-യും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി ഫോണിലോ വേറെ മാക് ഡിവൈസിലെല്ലാം ആ ഒരു ID-യും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു കാണുന്ന ഇൻ്റർഫേസാണ് നമ്മുടെ iCloud എന്ന് പറയുന്നത്. നമ്മൾ iCloud-ൽ എന്തെങ്കിലും ഫോട്ടോസോ അതേപോലെ കോണ്ടാക്ട്സ്, വീഡിയോസ് എല്ലാം നമ്മൾ iCloud-ൽ കൂടി സിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏതെങ്കിലും സിസ്റ്റം ഉപയോഗിച്ചിട്ടും നമുക്ക് iCloud-ൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ്, അതായത് ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും.